ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ തന്നെയാണ്. മലയാള സിനിമയുടെ ഡയറക്ടറായിട്ട് വരണം എന്ന ആഗ്രഹത്തോടുകൂടി പോകുന്ന ഒരാളാണ് പുള്ളി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളായ കുറവുകൾ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നാറുണ്ട്. ചിലരിപ്പോ ലൈജുബായി തന്നെ ചെയ്യണ ഈ പറഞ്ഞ പരസ്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ എന്റെ കുറവുകൾ ഞാൻ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ആ ഓരോ സംഭാഷണങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ഡയലോഗുകൾ പറയും. ഞാൻ കൊതിച്ചിരുന്ന് പോയിട്ട് ഇങ്ങനെ ഈ മനുഷ്യനെ ഇതൊക്കെ ചെയ്യുന്നത് സത്യമായിട്ടും നിങ്ങൾ ചെയ്യണ പരസ്യങ്ങളുടെ ആ വോയിസ് ഓവർ ഇതൊക്കെ ഇല്ലേ, സത്യമായിട്ടും ഗംഭീരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബെസ്റ്റ് ഫീൽഡാണ് നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളത്. അത് സത്യമായിട്ട് എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാല് ഈ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉള്ളൂ, ഒരു ചെറിയ പിടുത്തം, കുറച്ച് അത്യാവശ്യം കുറച്ച് പരസ്യങ്ങള്, കുറച്ച് ഓരോരുത്തർക്ക് വേണ്ടിയുള്ള മെയിനായിട്ട് നമുക്ക് വ്ളോഗിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്ളോഗിങ് ഉണ്ട്. ഒരു പരസ്യങ്ങളാണ് ഇപ്പൊ ഇവിടെയുള്ള കുറെ സ്ഥാപനങ്ങളുടെ പരസ്യം, കുറെ പരസ്യ കമ്പനികൾ നമ്മൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അതാണ് പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. സിനിമയിലൊന്നും ചാൻസ് കിട്ടാറില്ല. ഞാൻ പറഞ്ഞിട്ട് നമ്മളെ ഒരുമിച്ച് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അനോമിയയിൽ എനിക്ക് ചെറിയ വേഷമായിരുന്നു, മുഴുവൻ കട്ടായി ഇച്ചിരി ഉള്ളു എനിക്ക് അതിന്റെ അകത്തുള്ളത്. നമ്മൾ കുറെ പേര് അങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്തത് അവിടെ അല്ലെ. പിന്നെ ഈ അഭിനയം എന്ന് പറഞ്ഞ സിനിമ മാത്രമല്ല കേട്ടാ, അല്ല സിനിമ മാത്രമല്ല, ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ പറഞ്ഞ നിങ്ങളും ചെയ്യുന്നത് ഒരു അഭിനയം തന്നെയല്ല അല്ലേ? പ്രൊമോഷനും ഒരു അഭിനയം തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ സൗണ്ടിന്റെ ഡെലിവറി ഒക്കെ പ്രധാനമാണ്, ക്ലാരിറ്റി പ്രധാനമാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കുറവ് വർഷത്തിനുള്ളിൽ ഇത്രയധികം പരസ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെ സംസാരിക്കുന്ന രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ ഇത്ര അധികം നാളായിട്ട് എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഇത് ആഗ്രഹം വെച്ചുകൊണ്ടിട്ട് നമുക്കൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവസരം പെട്ടെന്നൊരു ഇതിൽ സുപ്രഭാതത്തിൽ എനിക്ക് വന്നു ചേർന്നതാ. എന്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്നെ ഒരു ഇതിലേക്ക് ഒരു എന്താ പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫിലിമിലേക്ക് മെയിൻ ക്യാരക്ടറായിട്ട് എന്നെ വിളിച്ചു. അന്ന് മുതൽ പുള്ളിയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചും ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിലുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് ഇവൻ പ്രോത്സാഹിപ്പിച്ചു. ഇവൻ തന്നെ എന്നോട് അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറെ എന്നെ പുള്ളി പഠിപ്പിക്കുവായിരുന്നു. എന്നെ പഠിപ്പിച്ചെടുത്തതിനൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജയ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് തന്നെയാണ് മെയിൻ നമ്മളൊരു ഇത് പറയുന്നത്. പിന്നെ പുള്ളി ഇപ്പോഴും ആ രംഗത്താണ്. പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ തന്നെയാണ്. മലയാള സിനിമയുടെ ഡയറക്ടറായിട്ട് വരണം എന്ന ആഗ്രഹത്തോടുകൂടി പോകുന്ന ഒരാളാണ് പുള്ളി. മലയാള സിനിമയിൽ ഇപ്പോഴും സ്ക്രിപ്റ്റും കാര്യങ്ങൾ എഴുതി ഒരുപാട് പ്രൊഡ്യൂസറെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു അവസരം അതിലേക്കും നമുക്കൊരു എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ആരാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പോഴും പുള്ളിയുടെ നല്ല കഥയാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, പുള്ളിയുടെ ഒരെണ്ണം ഓണാവും. തീർച്ചയായിട്ടും നല്ല കഥകൾക്കാണ് ഇപ്പൊ പ്രാധാന്യമുള്ളത്. നല്ല കഥകൾ കൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓൺ ആവാന്ന് പറയാൻ പറ്റില്ല. കൈകളിൽ എത്തി കഴിഞ്ഞാൽ കഥകൾ സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ. അപ്പൊ ബൈജുഭായ് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇനിയും ഫ്യൂച്ചറിലേക്ക് ഒരുപാട് സിനിമകളും അതുപോലെ നമുക്ക് ആഡ് അങ്ങനെയുള്ള എല്ലാ മേഖലയിലേക്കും നല്ല രീതിയിൽ എത്തിപ്പെടാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പരിശ്രമം, നമുക്ക് എല്ലാം ഒരു പഠനമാണല്ലോ നമ്മൾ ഇതെടുക്കണം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വീണ്ടും എല്ലാ ആശംസകളും നേരെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് ഞാനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കാണാം.